കൊളോസ്യർക്കാർക്ക് ലേഖനം അധ്യായം 3:5 തിരുവചനം നമ്മളോട് പറയുന്നു, യേശുവിൻ്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാവുന്ന നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് നമ്മുടെ മനസ്സിലുള്ള ദുർവിചാരങ്ങൾ എടുത്ത് മാറ്റണം. നമുക്കറിയാം, നമ്മുടെ മനസ്സിലേക്ക് ചെകുത്താൻ മോശമായ വിചാരങ്ങൾ നൽകുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ചെകുത്താൻ നൽകുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഉടനടി കൗണ്ടർ അറ്റാക്ക് ചെയ്യണം, അതായത് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഹെബ്രായർക്ക് ലേഖനം 9:14 പിതാവാദിയമേ, യേശുവിൻ്റെ തിരക്തം കൊണ്ട് എൻ്റെ മനസാക്ഷിയെ ശുദ്ധീകരിക്കണമേ, എൻ്റെ മനസാക്ഷിയെ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കണമേ. എന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനെ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. സ്നേഹമുള്ളവരെ, ഞാൻ അനുഭവത്തിൽ നിന്നും ഇത് പറയുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റ് അനേകം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പതിയെ നമുക്ക് യേശുവിനെ പോലെയുള്ള ഒരു വിശുദ്ധി നിറഞ്ഞ ചിന്തകൾ ഉള്ള ഒരു മനസ്സ് നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ.